നമസ്കാരം. അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക് പറക്കുന്ന ആർടെമിസ് 2 ദൗത്യം കേവലം ഒരു ബഹിരാകാശ യാത്ര മാത്രമല്ല, മറിച്ച് ചന്ദ്രോപരിതലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. 1972 അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ഏതാണ്ട് 53 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ഒരു പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് വീണ്ടും കുതിക്കുന്നത്. ഈ യാത്രക്കിടെ പകർത്തിയ ഭൂമിയുടെ അപൂർവമായ ചിത്രങ്ങൾ ഇപ്പോൾ ശാസ്ത്രലോകത്തിന് വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് ഭൂമിയുടെ ഒരു ഒറ്റ ഫ്രെയിമിൽ പകർത്തിയ ഈ ചിത്രങ്ങൾ നമ്മുടെ ഗ്രഹത്തിന്റെ മനോഹാരിതയും ഒപ്പം ബഹിരാകാശത്തിന്റെ അനന്തതയും വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഭൂമിക്ക് ചുറ്റുമുള്ള നേർത്ത നീല നിറത്തിലുള്ള പ്രഭാവമാണ്. ഇത് യഥാർത്ഥത്തിൽ ഭൂമിയുടെ അന്തരീക്ഷമാണ്. ബഹിരാകാശത്തിന്റെ കറുത്ത പശ്ചാത്തലത്തിൽ നീല നിറത്തിലുള്ള ഈ നേർത്ത പാളി ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിയുന്നത് ചിത്രത്തിൽ വ്യക്തമായി കാണാനാകും. അന്തരീക്ഷത്തിലെ വാതക തന്മാത്രകൾ സൂര്യപ്രകാശത്തിലെ നീല നിറത്തെ കൂടുതൽ ചിതറിക്കുന്നതാണ് ഈ വലയത്തിന് നീല നിറം ലഭിക്കാൻ കാരണം. ഭൂമിയുടെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ അന്തരീക്ഷം എത്രത്തോളം നേർത്തതാണെന്നും അത് എത്രത്തോളം സുരക്ഷിതമായിട്ടാണ് നമ്മളെ കാത്തു സൂക്ഷിക്കുന്നതെന്നും ഈ ചിത്രം ലോകത്തിനു മുന്നിൽ ഒരുക്കിയ കൂടിയ തെളിവ് കൂടിയാണ്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ 1972 ഹാരിസൺ ഷ്മിറ്റ് പകർത്തിയ ബ്ലൂ മാർബിൾ എന്ന ചിത്രം ഭൂമിയുടെ ഇതുവരെയുള്ള ഏറ്റവും പ്രശസ്തമായ ചിത്രമായിരുന്നു. ഇതിന് സമാനമായ മറ്റൊരു കാഴ്ചയാണ് അരനൂറ്റാണ്ടിന് ശേഷം ആർടെമിസ് 2 നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. നാസയുടെ ഭീമൻ റോക്കറ്റായ SLS ഉപയോഗിച്ച് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ഓറിയോൺ പേടകം വിക്ഷേപിച്ചത്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് മനുഷ്യൻ വീണ്ടും സഞ്ചരിക്കുന്നത് കേവലം ഒരു സന്ദർശനത്തിലല്ല, മറിച്ച് ചന്ദ്രനിൽ മനുഷ്യവാസം സാധ്യമാക്കാനുള്ള പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ്. ആർടെമിസ് 2 ദൗത്യത്തിലെ യാത്രക്കാർ കേവലം വൈദഗ്ധ്യമുള്ള ബഹിരാകാശ സഞ്ചാരികൾ മാത്രമല്ല, അവർ വിപ്ലവകരമായ മാറ്റത്തിന്റെ പ്രതിനിധികൾ കൂടിയാണ്. മിഷൻ കമാൻഡർ റെയ്സ് വൈസ്മാൻ, മിഷൻ പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ പൈലറ്റുകളായ ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ എന്നിവരാണ് സംഘത്തിലുള്ളത്. ഇതിൽ ക്രിസ്റ്റീന കോച്ച് ചാന്ദ്ര ദൗത്യത്തിനായി ഭാഗമാകുന്ന ലോകത്തിലെ ആദ്യത്തെ വനിതയാണ്. വിക്ടർ ഗ്ലോവർ ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ ചന്ദ്രനിലെ സഞ്ചാരിയായും ജെറമി ഹാൻസൺ ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യത്തെ അമേരിക്കൻ ഇതര പൗരനായും ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. വൈവിധ്യവും തുല്യതയും ഉറപ്പാക്കുന്ന ഈ സംഘം മനുഷ്യരാശിയുടെ പുതിയൊരു കാഴ്ചപ്പാടാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ ദൗത്യത്തിന് പിന്നിലെ മുന്നൊരുക്കങ്ങൾ അത്യന്തം കഠിനമായിരുന്നു. 4 പേരും കെന്നഡി സ്പേസ് സെന്ററിലെ പ്രത്യേക ക്യാന്റീൻ സംവിധാനത്തിൽ പൂർണ്ണമായും നിയന്ത്രണത്തിലായിരുന്നു. അവരുടെ ഉറക്കം, ഭക്ഷണം, ജലപാനം എന്നിവയെല്ലാം ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ക്രമീകരിച്ചിരുന്നത്. പേടകത്തിനുള്ളിലെ അതിജീവിക്കുവാനുള്ള പരിശീലനങ്ങളും മാനസികാരോഗ്യത്തിനുള്ള പ്രത്യേക വ്യായാമങ്ങളും ഇതിന് ഭാഗമായിരുന്നു. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ഇതിനു മുൻപ് ഒരു പേടകവും ചെന്നിട്ടില്ലാത്ത അത്രയും ദൂരത്തേക്ക് ഓറിയോൺ ഈ യാത്രയിൽ സഞ്ചരിക്കുമെന്നത് ദൗത്യത്തിന്റെ വെല്ലുവിളിയും ആകാംക്ഷയും വർദ്ധിപ്പിക്കുന്നതാണ്. ആർടെമിസ് 2 ദൗത്യത്തിലെ യാത്രികർക്കൊപ്പം ഓറിയോൺ പേടകത്തിൽ മറ്റൊരു വ്യത്യസ്തനായ യാത്രികനും പോകുന്നുണ്ടെന്നതാണ് വേറൊരു വെറൈറ്റി. ഗുരുത്വബലം സ്വാധീനം പൂർണ്ണമായും ഇല്ലാതാകുന്നത് യാത്രികർക്ക് അറിയുവാൻ സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ എന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പാവകളെയാണ് ഇതിനായി ഉപയോഗിക്കാറുള്ളത്. ഗുരുത്വബലം ഇല്ലാതാകുമ്പോൾ ഈ പാവകൾ ഒഴുകി നടക്കും തുടങ്ങും. ഇതോടെ ബഹിരാകാശം എത്തിയെന്ന് യാത്രികർക്ക് മനസ്സിലാകും. റൈസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പാവയ്ക്കുള്ളിലെ മെമ്മറി കാർഡിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 56 ലക്ഷം മനുഷ്യരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹിരാകാശ പരിവേഷണത്തിൽ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും പങ്കാളികളാക്കുന്നു എന്ന പ്രതീകാത്മക ആശയമാണ് ഇതിൽ നൽകുന്നത്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളരുമ്പോഴും സാധാരണക്കാരായ മനുഷ്യരുടെ സ്വപ്നങ്ങൾ കൂടി ഈ ദൗത്യത്തിനൊപ്പം ചന്ദ്രനെ വലയം വെക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കാലിഫോർണിയയിൽ നിന്നുള്ള ലൂക്ക എന്ന 8 വയസ്സുകാരനാണ് റേസിനെ ഡിസൈൻ ചെയ്തത്. ബേസ്ബോൾ തൊപ്പിയും ധരിച്ചിരിക്കുന്ന ഒരു ചന്ദ്രന്റെ രൂപമാണ് ഈ കുഞ്ഞൻ പാവയ്ക്കുള്ളത്. നാസ നടത്തിയ ഒരു ഡിസൈൻ മത്സരത്തിനാണ് ലൂക്ക ഡിസൈൻ സമർപ്പിച്ചത്. ബഹിരാകാശത്തെത്തിയ ആദ്യ യാത്രികനായ യൂറി ഗഗാറിന് സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ പാവകൾ ആദ്യമായി ഉപയോഗിച്ചത് 1961 ഇത്. അടുത്ത കാലത്താണ് US യാത്രികർ ഇത് ഉപയോഗിച്ചു തുടങ്ങിയത്. ഈ ആർടെമിസ് എന്ന പേര് എങ്ങനെ വന്നു എന്നതും ഒരു പ്രത്യേകതയാണ്. ആർടെമിസ് ദൗത്യത്തിനു പേര് കിട്ടുവാൻ കാരണമായത് ഒരു ഗ്രീക്ക് ദേവതയാണ്. US ദേവന്റെയും ലിറ്റോ എന്ന ദേവതയുടെയും മകളാണ് ആർടെമിസ്, അപ്പോളോ ദേവന്റെ സഹോദരി. ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ ചന്ദ്രൻ, വേട്ട, പരിശുദ്ധി എന്നിവയുടെ ദേവതയാണ് ആർടെമിസ്. വളരെ കർക്കശക്കാരി കൂടിയാണ് ആർടെമിസ്. തെറ്റു ചെയ്യുന്നവരോട് ക്ഷമിക്കാറില്ല. അപ്പോളോ ദൗത്യങ്ങളുടെ തുടർച്ച എന്ന നിലയിലാണ് ചാന്ദ്ര ദൗത്യങ്ങളെയായിട്ടെല്ലാം ആർടെമിസ് എന്ന പേര് നൽകിയിരിക്കുന്നത്.
ചന്ദ്രനിൽ ഇറങ്ങുക എന്നതല്ല ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. പകരം ഹൈബ്രിഡ് ഫ്രീ റിട്ടേൺ ട്രാജക്ടറി എന്ന പ്രത്യേക പാതയിലൂടെയാണ് ഓറിയോൺ പേടകം സഞ്ചരിക്കുക. ആദ്യം ഭൂമിയെ 2 തവണ വലയം വെച്ച് പേടകത്തിന്റെ സിസ്റ്റങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തും. തുടർന്ന് ചന്ദ്രന്റെ പിന്നിലെ വശത്തുകൂടി ഏകദേശം 10,300 കിലോമീറ്റർ അകലെയിലൂടെ വലയം വെച്ച് ഭൂമിയിലേക്ക് തിരിച്ചെത്തും. ഭൂമിയിൽ നിന്ന് ഏകദേശം 4 ലക്ഷം കിലോമീറ്റർ അകലെ വരെയാണ് ഈ പേടകം എത്തുന്നത്. മനുഷ്യർ സഞ്ചരിക്കുന്ന ഒരു പേടകം ഇത്രയും ദൂരത്തേക്ക് പോകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. 10 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ചന്ദ്രനെ വലയം വെച്ച് ഭൂമിയിലേക്ക് തിരികെ എത്തുന്നു എന്നതാണ് ആർടെമിസ് 2 ലക്ഷ്യം. അപ്പോളോ 17 ചന്ദ്രോപരിതലത്തിൽ മനുഷ്യനെ ഇറക്കിയെങ്കിൽ ആർടെമിസ് 2 വരാനിരിക്കുന്ന വലിയ ദൗത്യങ്ങൾക്കുള്ള അടിത്തറ പാകുന്നതാണ്. ഭാവിയിൽ ചന്ദ്രനിൽ ഒരു സ്ഥിര താവളം ഒരുക്കുന്നതും അവിടെ നിന്ന് ചൊവ്വയിലേക്കുള്ള ദീർഘദൂര യാത്രകൾ ആസൂത്രണം ചെയ്യുന്നതിനും ഈ ദൗത്യം നൽകുന്ന വിവരങ്ങൾ നിർണായകമാവും. 54 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ഈ മടങ്ങിപ്പോക്ക് മനുഷ്യൻ ഭൂമിക്ക് പുറത്തുള്ള ലോകത്തിൽ കീഴടക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നതിന്റെ വ്യക്തമാക്കുന്ന സൂചനയാണ്. ന്യൂസ് ഡെസ്ക് തത്വമയി TV.